അങ്ങനെ ഒരു മാസത്തെ നീണ്ട വിശ്രമത്തിന് ശേഷം, അതായത് സമ്മർ വെക്കേഷനും ടൂറും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് ഇഷ വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ സ്കൂൾസൊക്കെ റീഓപ്പൺ ചെയ്യാണ് ആഫ്റ്റർ സമ്മർ വെക്കേഷൻ. ജൂലൈ 23 മുതൽ ഇഷയ്ക്ക് ലീവായിരുന്നു, ഫുൾ ഓഫ് ഓഗസ്റ്റ്. ഇനിയിപ്പോൾ 4th റീഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ബീയിങ് ഷീ അൻസ. സ്കൂൾ ഷോപ്പിംഗ്. അപ്പോൾ ബാക്ക് ടു സ്കൂളാണ് നാളെ. അപ്പോൾ ചെറിയൊരു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത്രയും നാൾ, അതായത് ഈ കഴിഞ്ഞ ഒരു മാസത്തോളം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. കാര്യം ഇഷേനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിക്കണ്ട, അയ്യോ അതിന് തന്നെ കുറേ സമയം എടുക്കും കേട്ടോ. പിന്നെ രാവിലത്തെ ഒരു കരച്ചിൽ പിഴിച്ചിൽ അതൊക്കെ പതിവായിരുന്നു, അതില്ലായിരുന്നു. പിന്നെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കൊടുക്കും, പോകുന്നതിന് മുമ്പ് അത് റെഡിയാക്കണം, ഇതിൻ്റെ ഒന്നും ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല, എല്ലാം നേരത്തെ കണ്ടു വെക്കണം, അത് നേരത്തെ റെഡിയാക്കി വെക്കണം. ഇക്ക നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ജിമ്മൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാനിവിടെ ഏകദേശം റെഡി ആയിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മിക്ക ദിവസം ലേറ്റ് ആയിരുന്നു. 7:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങാറില്ല. 7:45 ആകുമ്പോൾ ഹാൻഡ് ഓവറിന് എനിക്ക് അവിടെ എത്തണ്ടേ, അത് നടക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ കുറച്ച് നേരത്തെ എത്താറുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, സ്കൂൾ തുറന്നുകൊണ്ട്. കാര്യം ഇവിടുന്ന് പോകുമ്പോഴേക്കും ഏകദേശം ഒരു കാര്യം തീർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അവളുടെ കാര്യമല്ല വെച്ചിട്ട്. പിന്നെ ഇക്ക അവളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്ന് ഇക്ക കിടന്നുറങ്ങും. പിന്നെ ഒരു 3:15 ആകുമ്പം അവളെ പിന്നെയും പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചു സ്കൂളൊന്ന് റീഓപ്പൺ ചെയ്തിരുന്നെങ്കിലെന്ന്. ഇപ്പോൾ ശരിക്കും വിചാരിക്കുന്നു വെക്കേഷൻ തന്നെയായിരുന്നു നല്ലതെന്ന്. എപ്പോഴാണെങ്കിലും ഓരോ കൺസേൺസ് ആലോചിച്ച് ടെൻഷൻ തന്നെയാലേ. ഇതെന്താ പരിപാടി? ബീഫ് ഉണ്ടാക്കുക. ഇഷയ്ക്ക് പെട്ടെന്നൊരു ബീഫ് കഴിക്കാൻ പൂതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഫ് അങ്ങ് ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. നാളെ സ്കൂൾ റീഓപ്പണിങ് കൂടെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷമിപ്പിക്കണ്ട, അത് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന്. കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ ഇഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോന്ന് സോർട്ട് ചെയ്യാനും ഓരോന്ന് അരിഞ്ഞു തരാനൊക്കെ, കത്തി കൊണ്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിന് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ. പിന്നെ ഇപ്പോൾ ഇതാ ഈ പൊടി ഇടുന്നതും ഒക്കെ ഇഷ തന്നെയാണ്. എല്ലാം ഇട്ട് തരാനും എല്ലാം സോർട്ട് ചെയ്യാനും എന്താ പറയുക, ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബിലിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പം ഇഷയ്ക്ക് അത് കണ്ട് പറഞ്ഞ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ചെയ്യാണ്, ഞാനത് ചെയ്യാണ്, കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ചെയ്ത് കാണുമ്പോൾ അവൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ എനിക്കും ചെയ്യാലോ എന്നൊക്കെ. അങ്ങനെ അപ്പോൾ അവളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഞാൻ എക്സ്ട്രാ ചേർക്കുന്ന ഒരു കാര്യം പെരുംജീരകമാണ്, വലിയ ജീരകം. നമ്മൾ വലിയ ജീരകം എന്നാണ് പറയുക. പെരുംജീരകം എന്ന് കുറേ ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പെരുംജീരകം, അതുപോലെ ഉലുവ, ഉപ്പ്, വെളിച്ചെണ്ണ പിന്നെ ഞാൻ അവസാനമാണ് കേട്ടോ ചേർക്കുന്നത്. ഇതൊക്കെ ചേർത്ത് ഞാൻ കുക്കറിലൊരു 2-3 വിസിലടുപ്പിക്കും. പിന്നെ എങ്ങനെയാണ് ബീഫ്, ചെറിയ ബീഫ്, അതായത് ഇളം ബീഫാണ് എങ്കിൽ അത് വേഗം വെന്ത് നല്ലപോലെ പായസമായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു അറ്റ്ലീസ്റ്റ് 3 വിസിലടുപ്പിച്ച് ഞാൻ അത് തുറന്നു വെക്കാറാണ് പതിവ്. ഞാൻ തീരെ വെള്ളം ചേർക്കാറില്ല കേട്ടോ, കാരണം ബീഫിൽ നിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങും. അപ്പോൾ ബീഫ് നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചപ്പം ഞാൻ എടുത്ത് നോക്കി, കാരണം ചില ടൈമിൽ ഇത് നല്ലപോലെ വെന്തുടഞ്ഞു പോകും. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 3 വിസിലും കൂടി അടുപ്പിച്ച് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മളിനി ഇത് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പോയി കിടക്കാം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ഇഷയ്ക്ക് തെസ്ലി ആൻറ്റിയുടെ വക കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ അത്. അല്ലേ ഇഷ? എന്താ സംഭവം? ഒരു വാട്ടർ ഫില്ലറാണ്, പിന്നെ ഇതൊരു ജഗ്ഗാണ്, സ്റ്റോപ്പ് ജഗ്. ഇതിലാക്കി നൈറ്റ് കുറച്ച് ലേറ്റായി കിടന്നുകൊണ്ട് തന്നെ രാവിലെ ഒരു 2-3 പ്രാവശ്യം അലാം അടിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് കേട്ടോ. ഒറ്റ അലാമേ വെക്കാറുള്ളൂ, അത് റിപ്പീറ്റായി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പോസ് ചെയ്ത് വെക്കും, ഓഫ് ചെയ്യാറില്ല. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഇഷനെ വിളിക്കാൻ തുടങ്ങി. കാരണം എങ്കിലേ ഞാൻ പോകുമ്പോഴേക്കും അവൾ എഴുന്നേൽക്കുള്ളൂ. ഒരു കരച്ചിലും പിഴിച്ചിലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണമല്ലോ റെഡിയായി വരാൻ. ഇന്നത്തെ അവസ്ഥ എന്താ എന്നെനിക്കറിയില്ല, കാരണം സ്കൂൾ ഡേ ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ അവൾ കുറച്ച് എക്സൈറ്റഡ് ആണ്.
കുറച്ച് ഇമോഷണലും ആണ്. കാരണം ഇത്രയും ദിവസം വീട്ടിലിരുന്ന് പോകുന്നതുകൊണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെറിയൊരു കഡ്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഇഷേനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി. അവൾ ബ്രഷ് ചെയ്തോളൂ കേട്ടോ. അവളുടെ കാര്യങ്ങളൊക്കെ അവളെ ഞാൻ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരാൾ അടുത്തുണ്ടായിന്ന് വരില്ല. അപ്പോൾ അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്. ഇഷ അങ്ങനെ ഗെറ്റിംഗ് റെഡി ഫോർ ദി സ്കൂൾ. ഇഷക്കുട്ടനൊന്ന് നേരത്തെ എഴുന്നേറ്റു അല്ലേ? ഇഷൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് സ്കൂളിൽ ആഫ്റ്റർ ദി സമ്മർ വെക്കേഷൻ. ഏത് ഇയറിലേക്കാ? ഓൾറൈറ്റ്. ആർ യു ഹാപ്പി? ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള്. എന്തുവാ? ഇഷൻ്റെ പല്ലൊക്കെ പോയിട്ടുണ്ട്, പല്ല് ഇളകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ബീഫ് കറിയായിരുന്നു. ഇഷ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബീഫ് കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇയാളിതാ ഇവിടെ എല്ലാം സെറ്റായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും അവൾ കഴിച്ച് തീർക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവളെ വിടാൻ. ഇഷയും മിക്കയും കൂടെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത് കേട്ടോ. എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് 8:30 ആകുമ്പം ഇഷേനെ കൊണ്ടുവിട്ടാൽ മതി. ഈവനിങ് വന്നിട്ട് ഈ വീഡിയോ ഞാൻ കണ്ടപ്പം എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം തോന്നിട്ടോ. എനിക്ക് അവൾക്കെന്തോ വിഷമമുണ്ടോ എന്നൊക്കെ ഒരു ഫീല്. കാരണം എനിക്ക് അവളുടെ കൂടെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ. പണ്ട് എൻ്റെ പപ്പ ഇങ്ങനെ പറയായിരുന്നേ, നിനക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടാവട്ടെ മോളെ, അപ്പം അറിയാം അതിൻ്റെ വിഷമമെന്നൊക്കെ. അത് ശരിക്കും ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അതങ്ങനെയാണല്ലോ അല്ലേ. അങ്ങനെ സക്സസ്ഫുള്ളി ഇയർ 2 ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് ഇഷ എത്തി. ഇഷയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ 2 പേരും ഇവിടെ ഇതാണ് പരിപാടി. ശരിക്ക് ഞങ്ങൾ 2 പേരും ഇത് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളായിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് വന്നപ്പം ഞങ്ങൾ അത് കാണലങ്ങ് നിർത്തി അല്ലേ. കുറേ പഴയ എപ്പിസോഡ്സൊക്കെ കാണുമായിരുന്നു അല്ലേ മോളെ? ഓക്കെ, പഴയത് പിന്നെ പുതിയത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാം. ബൈ ബൈ.